നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് നന്നാവണം, കഠിനാധ്വാനം ചെയ്യണം എന്നൊന്നും ഉപദേശിക്കാനല്ല. എനിക്ക് നിങ്ങളോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഈ ലോകത്ത് നിങ്ങൾ ഒരു വേട്ടക്കാരനാകണോ അതോ മറ്റൊരാളുടെ ഇരയാകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടും നിങ്ങളുടെ പോക്കറ്റിലെ ശൂന്യതയും കണ്ട് ആരെങ്കിലും നിങ്ങളെ സഹതാപത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ ഓർത്തുവെച്ചോ, അവരാണ് നിങ്ങളുടെ ഒന്നാമത്തെ ശത്രു. കാരണം സഹതാപം നിങ്ങളെ തളർത്തും, പക്ഷേ അവഗണന നിങ്ങളെ വളർത്തും. നിങ്ങളെ ആരെങ്കിലും പുച്ഛിച്ചിട്ടുണ്ടോ, മാറ്റി നിർത്തിയിട്ടുണ്ടോ എങ്കിൽ സന്തോഷിക്കൂ. കാരണം നിങ്ങളുടെ സാമ്രാജ്യം പണിയാനുള്ള ആദ്യത്തെ കല്ല് അവിടെ വീണു കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും വിജയിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന്. തെറ്റാണ്. ഭാഗ്യം എന്നത് വെറും ഒരു വാക്ക് മാത്രമാണ്. സ്മാർട്ടായവർ ഭാഗ്യത്തിനു വേണ്ടി കാത്തു നിൽക്കില്ല, അവൻ അവസരങ്ങൾ ഉണ്ടാക്കും. ഒരു സിംഹം കാട്ടിലെ രാജാവാകുന്നത് അത് ഏറ്റവും വലിപ്പമുള്ള മൃഗമായതുകൊണ്ടല്ല, ഏറ്റവും വേഗതയുള്ള മൃഗമായതും കൊണ്ടല്ല. പകരം തൻ്റെ മുന്നിലുള്ളത് എന്തായാലും അതിനെ കീഴടക്കും എന്നുള്ള അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. പണമില്ല, നല്ല വസ്ത്രമില്ല, ആളുകൾക്ക് നിങ്ങളെ വിലയില്ല. ഇതൊക്കെ മാറ്റാൻ ആര് വരും? ആരും വരില്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആകാശത്ത് നിന്ന് മാലാഖമാരൊന്നും ഇറങ്ങി വരില്ല. കണ്ണാടിയുടെ മുൻപിൽ പോയി നിൽക്കൂ. അതിൽ കാണുന്ന ആ രൂപമുണ്ടല്ലോ, അയാൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മാറൂ. ഞാനൊരു ചെറിയ കഥ പറയാം. പക്ഷികളുടെ രാജാവായ കഴുകന് 40 വയസ്സാകുമ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ നഖങ്ങൾ വളഞ്ഞ് ഇരപിടിക്കാൻ പറ്റാതാകും, കൊക്ക് വളഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റാതാകും, ചിറകുകൾ ഭാരമേറി പറക്കാൻ കഴിയാതാകും. അവിടെ കഴുകന് മുന്നിൽ 2 വഴികളുണ്ട്. ഒന്നുകിൽ മരണം അംഗീകരിച്ച് ഒരിടത്തിരുന്ന് തീരുക, അല്ലെങ്കിൽ കഠിനമായ ഒരു വഴി തിരഞ്ഞെടുക്കുക. കഴുകൻ 2ാമത്തെ വഴി തിരഞ്ഞെടുക്കും. അതൊരു മലമുകളിൽ പോയി തൻ്റെ വളഞ്ഞ കൊക്ക് പാറമേൽ അടിച്ചു പൊട്ടിക്കും. പുതിയ കൊക്ക് വരുന്നത് വരെ വേദന സഹിച്ച് കാത്തിരിക്കും. പുതിയ കൊക്ക് വന്നാൽ അതുപയോഗിച്ച് സ്വന്തം നഖങ്ങൾ ഓരോന്നോരോന്നായി പിയ്തെടുക്കും. ചിറകിലെ തൂവലുകൾ പറിച്ചു കളയും. 5 മാസത്തെ നരകയാതനയ്ക്ക് ശേഷം ആ കഴുകൻ വീണ്ടും ജനിക്കുകയാണ്, അടുത്ത 30 വർഷം കൂടി രാജാവായി ജീവിക്കാൻ. മാറ്റം വേദനിപ്പിക്കുന്നതാണ്, പക്ഷേ ആ വേദന സഹിക്കാൻ തയ്യാറുള്ളവന് മാത്രമേ ഉയരങ്ങളിൽ പറക്കാൻ കഴിയൂ. വെറുതെ പണിയെടുത്താൽ മാത്രം വിജയിക്കില്ല. കഴുതയും പണിയെടുക്കുന്നുണ്ട്, പക്ഷേ കാട്ടിലെ രാജാവ് കഴുതയല്ലല്ലോ. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ മാത്രം നോക്കുക. കുതിരയ്ക്ക് കണ്ണ് മറകെട്ടുന്നത് പോലെ വശങ്ങളിലേക്ക് നോക്കരുത്. നിങ്ങളുടെ പ്ലാനുകൾ ആരോടും പറയരുത്. നിങ്ങളുടെ വിജയം കണ്ട് ലോകം ഞെട്ടണം. ശബ്ദമുണ്ടാക്കേണ്ടത് നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ റിസൾട്ട് ആയിരിക്കണം. അവസാനമായി ഞാൻ പറയാം, നിങ്ങൾ മരിക്കുമ്പോൾ അയാൾ നല്ലവനായിരുന്നു എന്ന് 4 പേർ പറയുന്നതിലല്ല കാര്യം. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ലോകം ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നതിലാണ് കാര്യം. ദാരിദ്ര്യത്തിൽ ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല, പക്ഷേ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ സമയം നിങ്ങൾ ഉപയോഗിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ വെറും ഒരു കാഴ്ചക്കാരനായിരുന്ന് മറ്റുള്ളവരുടെ വിജയം കണ്ട് കൈയടിക്കുക. തീരുമാനം നിന്റെ കൈകളിലാണ്. നിനക്ക് തീരുമാനിക്കാം.